ഓ ഗൈസ് നോക്കൂ, ഞങ്ങൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങള്. വണ്ടി പൊട്ടിപ്പോയി. വണ്ടിയുടെ ഡയനാമോ നിൽക്കുന്ന ആ സംഭവം പൊട്ടി. ഇന്നലത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം. ഒരു വിധത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു ന്യൂട്രല് ഗൈസ് മഞ്ഞാടും കട്ടയാടും ഹീറ്റാവും. ഇന്നലെ -21 കിടന്നുറങ്ങിയത്. ഫീൽ ലൈക്ക് 26. മഞ്ഞ് വീണോണ്ടിരിക്കുന്നു. നോക്കി ഗൈസ് നോക്കൂ, ഞങ്ങളുടെ വണ്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഉള്ളിലെ ഞങ്ങളുടെ ജീവിതവും വളരെ പരിതാപകരമാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഓ ഗൈസ് ഇത് നോക്കി, ഈ കാണുന്ന മരം പോലും മഞ്ഞ് വീണ് കിടക്കുക കേട്ടോ. ആണ്ടിനും ചങ്കരാതിക്കും പോകുന്ന ട്രക്കുകളല്ലാതെ വേറൊരു സാധനം ഈ വഴിയില്ല. ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ട്, ആറ്റിറ്റ്യൂഡ് സിക്നസ് ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇതേപോലെ സൂര്യൻ വരും. വലിയ കാര്യമൊന്നുമില്ല. സൂര്യനോട് പ്രത്യേകിച്ച് പ്രവർത്തിക്കാനും ഇവിടെ ചെയ്യാനായിട്ടൊന്നുമില്ല. ഇവിടെ എല്ലാം ചെയ്യുന്നത് മഞ്ഞാണ്. മഞ്ഞിന്റെ കയ്യിലാണ് ഇവിടെ. സൂര്യനെ മഞ്ഞ് കൊണ്ടുപോയി. മഞ്ഞിനെ സൂര്യൻ കൊണ്ടുവന്ന് എപ്പോഴാണ് പിന്നെ കാറ്റ് വീശി നോക്കി അങ്ങോട്ട് നോക്കി. ഊഫ്, ഒട്ടുക്കൊത്ത വീശ കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പെടൽ വിടാനില്ല. ഇതൊക്കെ ഉണ്ടോ ഫുള്ള് മഞ്ഞ്. ഇന്നലെ കിടന്നുറങ്ങിയ ഭാഗമാണ് ഇത്. ഇതിപ്പോ ഇത് നോക്കിയേ ഗൈസ്, വണ്ടി ഓഫാക്കിയിട്ടില്ല. വണ്ടിയിൽ എണ്ണയാണ് പടപടാൻ തീർന്നിരിക്കുക. കാല് കുത്താൻ പറ്റിയല്ല കേട്ടോ, അത്ര വേദനയാണ്. കൊണ്ട് ശരിയാക്കാം. 300 കിലോമീറ്റർ കഴിഞ്ഞാലാണ് പെട്രോൾ പമ്പും അതുപോലെ എന്തെങ്കിലും കഴിക്കാനോ ബാത്റൂം ഒക്കെ കിട്ടുക. പറയാനുള്ള ആരോഗ്യം പോലും ഇല്ല കേട്ടോ. എൻ്റെ വണ്ടിയുടെ ഉള്ളൊക്കെ കുളമായിരിക്കും കണ്ടോ. എന്നല്ലേ പിന്നെ ഇവിടെ ഉണ്ടല്ലോ. നമ്മളിപ്പോ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു. സ്നോഫോളും സംഭവം ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. വിൻഡ് ഉണ്ട് കേട്ടോ. വെനസ്ഡേ ഒടുക്കത്തെ വിൻഡ്. ഇവിടെ എത്ര നേരടാ? -19 ഉറാൽക്ക് 15 ഉറാൽസ്കി കഴിയാതെ മഞ്ഞ് കുറയൂലെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ ടെമ്പ് കാണിക്കുന്നത്. എൻ്റെ അമ്മ ട്രംപ് അമേരിക്ക വന്നപ്പോൾ പോലെ ടെമ്പ് കൂടി കേട്ടോ. ഗൈസ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഞങ്ങൾ രാത്രി കിടന്നു, രാവിലെ എണീറ്റു. എല്ലാം ഫ്രീസായിരുന്നു. -ആണ് ഈ സാധനത്തിൻ്റെ അകത്ത് കാണിച്ചത്. എല്ലാം ഫ്രീസ്. ഇതിപ്പോൾ എന്നാ കാണിക്കുന്നത്? ഇപ്പം 13. ഇതിന്റെ വണ്ടിക്കകത്ത ടെമ്പറേച്ചർ 13. കാര്യമില്ല കേട്ടോ, ഹീറ്റർ ഒന്നും വെച്ചിട്ട് കാര്യമില്ല. ഹീറ്റർ തണുക്കുവോ ഗൈസ്? ഇതിന്റെ അകത്തെ ടെമ്പറേച്ചർ ഇപ്പം 13. എൻ്റെ അമ്മേ, അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഓവർ ഹീറ്റിങ്. ആ സാധനം പൊട്ടിയത് എനിക്കറിയായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ അത് വെക്കണ്ടായിരുന്നു. അത് വെച്ചപ്പോൾ എന്താ സമ്മർദ്ദം മൂലം പൊട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഫുള്ള് മഞ്ഞ്. സത്യം പറയുകയാണെങ്കിൽ മഞ്ഞ് കാണുമ്പോ പേടിയാ. നമ്മൾ തീയിനകത്ത് ചാടുമ്പോ ഒരു പൊള്ളല്ലേ, അതേപോലെ പുറത്തോട്ടെത്തുമ്പോ ശരീരം പൊള്ളുന്നില്ല. എൻ്റെ കൈ ഞാനൊന്ന് ഹീറ്ററിനകത്തിട്ടാണ് കൈ പൊള്ളിപ്പോയി, വെന്തുപോയി. ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. അതെ, പണിപാളി. പോലീസ് പിടിച്ചു കാശ് പോയി. നിർത്തുമായിരുന്നു. അവരോട് ചോദിക്കായിരുന്നു വേർ ഇസ് ദ മെക്കാനിക് ഷോപ്പ് എന്ന്. വരുന്നുണ്ടോ അവര് പുറകെ? തിരിച്ചോ? വരുന്നുണ്ട്. വണ്ടി വെക്ക്. ബെൽറ്റ് ഇട്ടിട്ടില്ല. കംപ്ലൈന്റ് ആണെന്ന് പറയാം വണ്ടി. നീ പിടിച്ചാൽ വെഹിക്കിൾ കംപ്ലൈന്റ്. വെഹിക്കിൾ കംപ്ലൈന്റ് ഇൻ മെക്കാനിക്കൽ ഷോപ്പ്. എവനെ ഇറങ്ങി വന്നേ, ഇംഗ്ലീഷ് പറ. അവര് കംപ്ലൈന്റ്. Vehicle complaint. Assalamu alaikum. Walaikum. Here any mechanical shop? Yeah. Что случилось? India. Что случилось? Что делать? അതിനാ മറ്റേ സാധനം In belt problem. Belt problem. Mechanical shop, workshop. To'xtashi hozir. Translate. Okay. Do you speak English? English. I will show you. ആ ഫോണിനകത്ത് Russian. റഷ്യ
സ്ഥലം പോലീസ് മനസ്സിലായോ? പോയിട്ടോ സ്ഥലം മനസ്സിലായോ? ആ അത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം തന്നെ. അതെന്തായാലും ഹെൽപ്പ് വേണമെന്നേ ചോദിക്കാൻ വേണ്ടി വന്നാണേ മാതാവേ. അവർക്കേ വണ്ടിക്കകത്ത് ഹീറ്ററാടാ, നമുക്ക് ഫൈൻ അടിക്കാൻ വേണ്ടി ഇറങ്ങിയാക്കുന്ന ആണോ കള്ളന്മാര്. ഓടി വന്നിട്ട് അവൻ കൊണ്ടാ വന്നു നമ്മുടെ അടുത്തും. അയ്യോ, വണ്ടി ഓടൂലാത്ത വണ്ടിക്ക് എന്നാ ഫൈൻ അടിക്കാനാ? നമ്മളെ കാര്യമില്ല കേട്ടോ, നമ്മളെ ഏത് രാജ്യത്ത് പോലും വിഷയമില്ല. കാരണം ടോയ്ലറ്റിൽ പോകാനും ഫ്രഷ് ആകാനൊന്നും ഒരു വകുപ്പില്ല കേട്ടോ. ഇവിടെ എവിടെ പോകാനാ? അല്ല കിടുങ്ങാമണി എല്ലാം കൂടെ ഇങ്ങനെ സോസേജ് പോലെ പോലും പോകാൻ പറ്റൂല. ഫ്രണ്ടിലേക്ക് നോക്കിയേ. ഇനിയിപ്പോൾ ഇതിലെ വേണം ഓടിക്കാൻ. 120 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറാൽസ്കിയിലേക്ക് 326 കിലോമീറ്റർ ഉണ്ട്. 126 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇതേ സമയത്ത് ഇത് മലേഷ്യ വല്ലോ ആയിരുന്നേല് അവിടെ റോഡ് സർവീസിന്റെ ആൾക്കാരുണ്ടോ ഫുൾ ടൈം? അതൊന്നും എൻ്റെ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇന്ത്യയുടെ സൗത്ത് നോർത്ത് ഭാഗങ്ങളിലെ എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റിയും കിട്ടൂലേ. പിന്നെ വിന്റർ ടൈമില് ലഡാക്കിലേക്കും കാശ്മീരിലേക്കും അങ്ങ് മേലേക്കും ഒന്നും കയറ്റി വിടുവോ? പക്ഷെ അവിടെ ആർമി ഉണ്ട് സഹായിക്കാൻ വേണ്ടി. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ഈ രാജ്യങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് റഷ്യ. വേറെ കാര്യം സംഭവിച്ചാലും റഷ്യയുടെ നമ്മുടെ 14,000 അടി മേളിൽ വണ്ടിയുടെ എഞ്ചിൻ പോയപ്പോ ആരും നമ്മളെ സഹായിച്ച? ആർമിക്കാരില്ല നമ്മളെ സഹായിച്ച. സംഭവം ശരിയാ. ഇവർ ആർമിയൊന്നും അത്ര സ്ട്രെങ്ത് ഉള്ള ആർമിയൊന്നും അല്ല, നമ്മുടെ പോലെയുള്ള ആർമി സംവിധാനങ്ങളൊന്നും അല്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഈ മഞ്ഞുകാലത്ത് എന്ന് വെച്ചാൽ റോഡ് സർവീസ് അവിടെ കയറ്റി വിടത്തില്ല എന്നും കൂടെ നീ ആലോചിക്കണം കേട്ടോ. ഏപ്രിൽ പിന്നെ കയറ്റി വിടത്തുള്ളൂ. ഇവിടെ കയറ്റിയെങ്കിലും വിടും. പക്ഷെ വേറെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇത്ര തണുപ്പല്ലേ, റോഡ് അസിസ്റ്റന്റ് വേണ്ട എന്തെങ്കിലും പറ്റിപ്പോയി പിന്നെ നമ്മൾ ഈ റൂട്ടിൽ വരാതിരിക്കുക എന്നുള്ള അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇന്ത്യയാണ് ബെറ്റർ എല്ലാ കാര്യത്തിലും. ഗൈസ് ഫൈനലി നമ്മൾ 120 കിലോമീറ്റർ ഓടിക്കട്ടെ കേട്ടോ. അത് ആ സ്ഥലം എനിക്ക് ഏകദേശം പിടി കിട്ടി. ഗൈസ് ഇപ്പം കുറച്ച് നേരമായിട്ട് വലിയ ഹീറ്റിങ്ങോ സംവിധാനമോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇത്ര നേരം അങ്ങനെ അല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഹീറ്റിങ്. ഇതിനങ്ങനെ ചില സമയത്ത് കടന്ന് പോവുകയാണ് പോവും. കഴിഞ്ഞ ദിവസം ഇതിനെ പൊക്കി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കിട്ടിയില്ല വണ്ടീന്. അത് പറഞ്ഞിട്ട് കാര്യം, ഇത് പൊട്ടിയിരുന്ന സാധനമാണ്. ഒരിക്കലും വെൽഡ് ചെയ്ത സാധനം ഒരിക്കലും എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ. വെളുത്ത് കിടക്കുന്ന സ്ഥലം, പിന്നെ മരം ഉണ്ടല്ലോ, ആ മരം വരെ വെളുത്ത് വെള്ളാരക്കല്ല് പോലെ കിടക്കും. പ്രത്യേകത എന്നാന്ന് അറിയാവേ, ഈ മഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ മൊത്തം പച്ചപ്പായിരിക്കും. മഞ്ഞ് കഴിഞ്ഞാലല്ലേ. ഇവിടെ ഹിമക്കരടി ഉണ്ട് കേട്ടോ. അതാ കരടിയല്ലേ, പിന്നെ പശു. അത് പശു ക്രോസ് ചെയ്യുന്ന റോഡാണെന്നാണ് അവർ സിഗ്നൽ തരുന്നത്. ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും പശു ക്രോസ് ചെയ്യും കേട്ടോ, റോഡിനകത്ത്. ഇന്ത്യ മാത്രമല്ല കേട്ടോ, അല്ലേ? നമ്മൾ പോയടുത്ത് എല്ലായിടത്തും പശു ഉണ്ടായിരുന്നു. അതായത് അവിടെ സിഗ്നൽ ഉണ്ടാവും പശു ക്രോസ് ചെയ്യുന്നുള്ള. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വരാൻ നേരത്തെ എത്ര കുതിരേനെ ഈ റൂട്ടിൽ തന്നെ വണ്ടി ഇടിച്ചിട്ടാക്കുന്നത്. ഫൈനലി നമ്മൾ ഈ കാണുന്ന റൂട്ടിൽ കൂടെ ഇങ്ങനെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഒരു പെട്രോൾ പമ്പ് കിട്ടി, ടോയ്ലറ്റിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടോ. ചില സ്ഥലത്ത് സമ്മതിക്കുകയല്ല കേട്ടോ, പുറത്ത് കുഴി ബാത്റൂമിൽ പോകേണ്ടി വരും. അതാണ് ഫുള്ള് മഞ്ഞ് പിടിച്ച് കിടക്കുമായിരിക്കും. അത് ഭയങ്കര കഷ്ടം കേട്ടോ. ഇതെന്തോ ദൈവാനുഗ്രഹത്തിൽ സമ്മതിച്ചു. നമ്മുടെ ആ ഒരു വിറവലൊക്കെ കണ്ടപ്പോഴല്ലേടാ എന്നാ ഒരു ബാത്റൂമിൽ പോകാൻ വേണ്ടി. ബാത്റൂം ഉള്ളിൽ വിടുന്നില്ല ആരും. ഒരാളെ പറഞ്ഞു വിട്ടു. ഒരാളെ പറഞ്ഞു വിട്ടു. നമ്മൾ ഫോറിനർ ആയതുകൊണ്ട് നമ്മുടെ ഗതികേട് കൊണ്ട് അവർ വിട്ടു കേട്ടോ. പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല കേട്ടോ. ക്ലോസ് ചെയ്യാം. ഹായ്. നല്ല മനുഷ്യന്മാരാട്ടോ ഇവിടെ. നല്ല മനുഷ്യന്മാരാ. ഇവിടെ ഭയങ്കര മഞ്ഞാന്നുള്ള വിളിക്കാരൻ പറയുന്നേ. പമ്പിന്ന് കൊരിയുന്നത്. നോക്കി, ഇത് വിന്ററിന് പിന്നെ മഞ്ഞ് നീക്കുന്ന സാധനം കേട്ടോ. ഈ സാധനം ഇതുണ്ടോ, ട്രക്കൊക്കെ കണ്ടോ, ഫുള്ള് ഇതിന്റെ ബാക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാട്ടോ. ഫുള്ള് മഞ്ഞ് പിടിച്ചിരിക്കുന്നുണ്ടോ. പൊന്നെ. ആർമേനിയ, റഷ്യ, ജോർജിയ, അർമേനിയ, തുർക്കി, ഗ്രീസ്, യൂറോപ്പ. ഫുൾ യൂറോപ്പ. ജോർജിയ. Polibi? Okay. Okay, thank you. Meet again. Yeah. How much kilometers? I don't know. You? പുള്ളിക്കാരൻ. അവിടെ ഇവിടെ ബസ് ആളൊന്നുമില്ല കേട്ടോ ബസ്സില്. ബസ് ഓടുന്നു. ചവിട്ടിയിട്ട് ഒരു സാധനം കിട്ടുന്നില്ല കേട്ടോ. പൈസ ആ ബസ്സിലേക്ക് നിങ്ങൾ നോക്കിയ ഒറ്റ മനുഷ്യ കുഞ്ഞില്ല. ബസ് സ്റ്റോപ്പിലെല്ലാം നിർത്തണമെന്ന് നിയമമാണ് കേട്ടോ. നിർത്തുന്നു പോകുന്നു. അല്ലല്ല, അത് ഉറാലിലേക്ക് കൊണ്ടുവന്ന പുതിയ ബസ്സുകളാണ്. ഇത് രണ്ടും അല്ലാതെ ഇതിലൊന്നും ബസ് സാധ്യത ഞാൻ കാണുന്നില്ല. പോടാ
ഓക്കെ. എവിടെയെങ്കിലും കൊണ്ട് ആ സാധനം ശരിയാക്കണം കേട്ടോ. അല്ല അധികം കിലോമീറ്റർ റോഡിൽ ഇപ്പോൾ ഒരു ഇച്ചിരി നോക്കി ഇതേ അതാ ഉണ്ടോ ദേ ഡിസ്കോ ഡാൻസ് കളിക്കുന്ന ഫ്ലോറ് പോലെ കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൂടെ ടയറിട്ട് ഓടിക്കുന്നതെന്ന് ചിന്തിക്കണം. ഇറ്റ് ഈസ് വെരി 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 അടയ്ക്കണം. ഇതിൻ്റെ അകത്ത് ചൂടുമില്ലേ? ഇതെത്ര ടെമ്പറേച്ചർ ഇപ്പം? ഇതിൻ്റെ അകത്ത് 21 കേട്ടോ. കാര്യമൊന്നുമില്ല, 21 പേര്. ടെമ്പും മറ്റേ സാധനമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വണ്ടി ഓടിക്കഴിഞ്ഞിട്ടുണ്ട് ഒടുക്കാത്ത 111 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് കിട്ടും. 1:40 ഇപ്പുറം എത്തും കേട്ടോ. പോലീസുകാർ തന്നെയല്ലേ പറഞ്ഞേ? പോലീസുകാരും തന്നെയല്ലേ 100 സംതിങ് കിലോമീറ്റർ. അതായത് പിന്നെ നാട്ടിൽ 12:30, ഇവിടെ 6 മണി കഴിഞ്ഞാൽ പണിയെടുക്കൂല. 6 മണി കഴിഞ്ഞാൽ പണിയെടുക്കൂല ഇവര്. ഇപ്പുറത്തേക്കും കൊണ്ടുപോകണം. താക്കോല് നിന്റെ താക്കോലില്ലേ രവി? എൻ്റെ അടുത്ത് താക്കോലുണ്ട്. കാർഡ് എൻ്റെ അടുത്താണ്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പെടൽ പോയിട്ടില്ല. വണ്ടി സ്റ്റാർട്ടാവും അങ്ങനെയൊക്കെയുള്ള കാര്യമൊക്കെ ഓക്കെയാണ്. അവിടെ ലൂസ് വന്നാലാണ് പെട്ടുപോവുക. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഡീസൽ അടിക്കുന്നത്. വെൻ ഓയിൽ ഇതൊക്കെ പ്രൈവറ്റ് ആണോ പ്രൊവിൻസേഷൻ? അത്ര ബസ് വന്ന് കിടക്കണം നോക്കണം. അതെല്ലാം അങ്ങോട്ടുള്ള വണ്ടികളാണ്. ഒറ്റ അടിക്കാവുന്ന വണ്ടി നോക്കി. ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഉറാലിലേക്കുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെന്ന് തോന്നുന്നുണ്ടോ? ഓടിച്ചു കൊണ്ടുവരുന്ന വണ്ടി കേട്ടോ. ഓടിച്ചു കൊണ്ടുവരുന്ന. അതെ 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 ഗൈസ്, എല്ലാം ഓടിച്ചു കൊണ്ടുവരുന്ന വണ്ടിയാട്ടോ. ഇത് 2-3 ദിവസം കൂടെ മഞ്ഞ് കോരുന്നുണ്ട് കേട്ടോ. ഇതന്നെ അങ്ങനെ പോകുന്ന വണ്ടി. ഞാൻ ചവിട്ടി നോക്കിയതാ. കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഗായ്സ്, ഈ മഞ്ഞത്ത് ചവിട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ ഇവൻ കാണിച്ചു തരും കേട്ടോ. ഇതുണ്ടോ? വണ്ടി പോയിട്ട് കാണിച്ചു തരാം. ഉണ്ടോ? ഇതുണ്ടോ? ഇതിന് അറ്റം പിടിക്കുക. അതായത് എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടോ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ എടുക്കാൻ നേരത്ത് ഇതങ്ങ് തെന്നും. ഇതുണ്ടോ? കണ്ടോ? ചവിട്ടി കിട്ടൂല, ഇങ്ങനെ അങ്ങ് പോവും. ഇതാണ് സംഭവിക്കുക. കണ്ടോ? ഇതാണ് സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സംഭവം. നിങ്ങളെ ഞാനത് കാണിച്ചു തന്നാ കേട്ടോ. ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളത്. എന്തോരം വണ്ടി കിടക്കണമെന്ന് നോക്കി. വണ്ടി ചീറിപ്പാഞ്ഞ് വരുന്നുണ്ടോ? നോക്ക് പെട്ടെന്ന് എടുക്കണേ ഗൈസ്. നോക്കൂ, ഞങ്ങൾ വണ്ടി എടുത്ത് പോവാം. അത് അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് അവിടുന്ന് ടയർ ഊരി കിട്ടണ്ടേ. ടയർ റോഡിൽ ഊരി കിട്ടിയാലേ കിട്ടുള്ളൂ ഗൈസ്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇതിങ്ങനെ സംഭവിക്കാൻ നമ്മൾ ഓവർ ഈ സാധനം തിരിക്കില്ല കേട്ടോ. ഫ്രണ്ടിലെ ഇത് ഒടിഞ്ഞു പോകും. ഒടിഞ്ഞു പോയാൽ പിന്നെ മേലോട്ട് നോക്കിയിരുന്നാൽ മതി കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനല്ല. വേറെ ഏതെങ്കിലും വണ്ടി എടുത്ത് കയറ്റി. വേറെ വണ്ടി സ്പ്ലെൻഡറിന്റെ സാധനം കിട്ടിയാൽ രക്ഷപ്പെട്ടു, ഇല്ലേ മൂഞ്ചി. ഗൈസ്, എന്തായാലും ഫൈനലി നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. 111 കിലോമീറ്റർ കഴിഞ്ഞ ഒരു വർക്ക്ഷോപ്പ് കിട്ടുമെന്നാട്ടോ പറഞ്ഞത്. ഗൈസ്, മരങ്ങളുടെ ഒക്കെ അവസ്ഥ ഉണ്ടോ? മരത്തിന്റെ അവസ്ഥ ഇതാണ്. മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കി. ട്രക്കുകളല്ല, വേറെ ഒന്നുമില്ല. ഇഷ്ടംപോലെ ട്രക്കുകൾ വന്ന് കയറുന്നുണ്ട്. ഇതില് രാത്രി വണ്ടി ഓടുന്നില്ല കേട്ടോ. രാത്രി വണ്ടി ഓടുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നമുള്ള റോഡാണ് ഇവിടെ അല്ലേ? പോലീസ് തടയുന്നുണ്ടോ? ഉണ്ടല്ലേ. ജനവാസം എന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ. എന്തിനും പറ്റിക്കഴിഞ്ഞാൽ ആരും ഇല്ല കേട്ടോ. അതെല്ലാം ട്രക്കുകാർ സഹായിച്ചു. അവരെ ആരും സഹായിക്കുന്ന ഓർത്ത് അവര് നടക്കുന്ന ഈ സമയത്ത്. മതി. ഓ ഗായ്സ്, നമ്മളെപ്പോലെ തന്നെ ഒരു വണ്ടി ഇവിടെയും പെട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെയും വലിച്ച് നമ്മൾ ഏതായാലും വർക്ക്ഷോപ്പിലോട്ടാ പോവാ. ഇനി പയ്യെ പോകാൻ പറ്റുള്ളൂ. ഈ തണുപ്പ് പെട്ടതാണ് നമ്മൾ പെട്ടതാ. നമുക്ക് തന്നെ അതിന് പറയാം, പാവം അപ്പാപ്പനാ. അപ്പം നമ്മുടെ വർക്ക്ഷോപ്പിൽ കേൾക്കുമ്പോൾ നമ്മുടെ കാര്യം പോട്ടെ. ഇതുപോലെ കട്ടോണ്ട് വരാൻ വണ്ടിയൊന്നും ആകാതിരുന്നാൽ മതിയായിരുന്നു. വാ ഇച്ചിരി കൂടെ പോരട്ടെ. മതിയോ? ഇച്ചിരി കൂടെ പോരട്ടെ. മതി. ദൈവമേ, കട്ടോണ്ട് വരാതെ വണ്ടിയൊന്നും ആരുതേ. ഗുണം ചെയ്യുന്നേക്കാളും കുടം ഇത് കിട്ടും. പിന്നെ ഇതുപോലെ കട്ടോണ്ട് വല്ല വണ്ടി വല്ലതും ആണോ? അപ്പൊ 1-ാം പ്രതി 2-ാം പ്രതി നമ്പർ പ്ലേറ്റിൽ ഇതാ. ഞാൻ പോയിട്ടെ വലിക്കുന്ന സാധനം എടുക്കട്ടെ. എന്റെ അമ്മച്ചി. എന്നോട് ഉള്ളിൽ കയറാൻ പറയല്ലേ. എടാ, കൊളുത്താ ഹുക്കുണ്ടോന്ന് ചോദിച്ചാ അയാളെടുത്ത. അതൊക്കെ അവരിട്ടോളൂ ഇവനെ. ആ സാധനം നമ്മുടെ കയ്യിലുള്ള സാധനം കൊണ്ട് കൊടുക്ക്. അത് ബേക്കിൽ കൊണ്ടിട്ടെന്നാ എനിക്ക് തോന്നുന്നത്. എവിടെ? ഏറ്റവും ബേക്കില്. കിട്ടിയാ?
ബാക്കി ജാക്കി അവർ ഇട്ടിട്ട് അവനെ എന്നാ കൊടുക്ക. എവിടെ ഇടും? ബോണ്ട് കിട്ടും ഉറപ്പാ. വയസ്സെന്ന ഒരാളുണ്ട് എൻ്റെ അകത്ത്. മെല്ലെ അങ്ങ് പോകും. നമ്മുടെ വണ്ടിയും കന്നാലത്തോടത്ത് ഏകദേശം ഒരേപോലെയായി. എവനെ നമ്മുടെ വണ്ടി ലോക്ക് ചെയ്യാൻ എന്തിനും വേണമല്ലോ. അല്ല, നമ്മുടെ വണ്ടി ലോക്ക് ചെയ്യിപ്പിക്കാനേ. ലോക്ക് ചെയ്ത് കൊടുക്ക്, ലോക്ക് ചെയ്ത് കൊടുക്ക്. നീക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാനാ, ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്ക്. എവനെ ലോക്ക് ചെയ്ത് ഇട്ട് കൊടുക്ക്. അത് മേടിക്ക്. എന്നിട്ടോ? അല്ല, നമ്മളത് ഇരണ്ട് വരും ജാക്കി. അത് നമ്മൾ വണ്ടിക്ക് പണിയാ. ജാക്കി ചെയ്തിട്ട് കൊടുക്കുന്നതിന്. ആ അത് തന്നെ. ഇവന് ജാക്കി ചെയ്ത് ഇട്ട് കൊടുക്ക്. എങ്ങനെ ചാക്ക് ചെയ്ത്? ഇത് നമ്മുടെ ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്ക്. അല്ല, നമ്മുടെ അടുത്ത് ജാക്കി ഇടണ്ട്, നമ്മുടെ പെയിന്റ് പോവും. അത് വിഷയമല്ല. കുതാ ആ ചെറുതാന്ന്. എന്ത് ചെയ്യാ? ബേക്കോ? ഭാര്യയും ഭർത്താവും കേട്ടോ, പാവം. ഉസ്ബെക്കിസ്ഥാനാ. ജാക്കി എടുക്കാനാ? എന്ത് ചെയ്യുക? വേറെ ഒന്നും വകുപ്പില്ലാതെ ഇത് വലുതാ. നോ കയറ്റിക്കാ, നടക്കൂലടാ. അത്രയും വലുതാ, അത് കുഞ്ഞിതാ. ബമ്പർ ഊരാൻ പറ്റുമെന്ന് ചോദിച്ചേ. ഇല്ലടാ. ഇല്ല, നമ്മുടെ ചെറിയ കയറൊന്നും ഇല്ലല്ലോ. കയറായിട്ടൊന്നുമില്ല. ഇത് പിന്നെ എടുത്ത് നോക്കാം. പാവം, പെട്ടു. ഫോൺ ട്രാൻസ്ലേറ്റർ ഇട്ട് നോക്കാം, ഷോപ്പിൽ പോയി കിട്ടുമെന്ന് ചോദിക്കും. ചെറിയ കയറൊന്നും ഇല്ലല്ലോ നമ്മുടെ അടുത്ത്. അതൊന്നുമില്ല. മാതാവേ, പാവം. തണുത്ത് വിറച്ചവരോട് ഇരിക്കുന്നത്. വകുപ്പൊന്നുമില്ല. ഡീസലിനാ? വലിക്കാൻ എന്താ ഉള്ള ഒന്നുമില്ല, കെട്ടാൻ എന്നാ ഉള്ള ഒന്നുമില്ല നമ്മുടെ അടുത്ത്. അവനെ അവിടെ കിട്ടൂല. അവൻ്റെ ഇത് പോകും അവനെ. എവിടെ എടാ പൊട്ടിയടാ. എന്തോ സാധനം പൊട്ടിപ്പോയി. ഇത് പിടിച്ച് എൻ്റെ പാൻറ് ഊരിപ്പോയതിനെ. എടാ എന്തോ സാധനം പൊട്ടിപ്പോയടാ. അയാളെ പാവം. കിടക്കുള്ളൂ ഒരു കിടക്കുള്ളൂ. ഓ, എൻജിൻ പൊട്ടിപ്പോയടാ. ബന്ധിട്ട് ഹുക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനം ഇല്ലടാ. ഇല്ല, ചെറിയ വണ്ടിയല്ലേ. ബോഡി ഇത് ഊരാൻ പറ്റുമോ? ഇത് ഊരാൻ പറ്റിയ ബോഡി ഇല്ല, ചെറുതാന്നേ, ഹുക്ക് ചെറുതാ. അല്ലെന്ന് ചേസ് എടുത്തില്ലേ? ഇന്ന് ചത്തു പോട്ടോ പാവം. വലിക്കാൻ ഒരു മാർഗ്ഗമില്ല കേട്ടോ. കുറച്ച് കയറ് മേടിച്ച് നോക്കണമല്ലോ. മാതാവേ, പുള്ളി ഇന്നിവിടെ കിടക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ നിർത്തൂല കേട്ടോ വിൻ്ററായി കഴിഞ്ഞാൽ. എൻ്റെ മോൻ്റെ എൻ്റെ മൂക്കൊക്കെ പോയി. സഹായം ചെയ്യണമെന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് കൊണ്ടുപോകണമെന്ന്. പക്ഷേ ആ എഞ്ചിൻ പോയ വണ്ടി അവർ പെട്ടുപോകുവനെ. എന്താ ചെയ്യാടാ? ഒരു സാധനമില്ല നമ്മുടെ അടുത്ത്.
നമ്മുടെ അങ്ങനത്തെ ചെറിയ സാധനം ഒന്നുമില്ല. ആള് സഹായിക്കുമില്ല, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഹീറ്റ് ഇങ്ങോട്ട് കിട്ടട്ടെ. എന്ത് ചെയ്യുക? ഇതേ ഇവിടെ നമ്മൾ വാമാക്കാൻ പറ്റിയൊരു സാധനം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മറ്റേ സൺഫ്ലവറിൻ്റെ സീഡാ. ഇതിങ്ങനെ പിടിച്ച് ഞെക്കി തിന്നാം. വേറെ ആർക്കൊന്നും ഞാൻ അങ്ങോട്ട് കാണുന്നില്ല. ആരും രക്ഷിക്കൂടാ. 1 മണിക്കൂറിനുള്ളിൽ എത്തിയാൽ നമ്മളെ രക്ഷിക്കും. അല്ല, നമുക്ക് അവർക്ക് ഒരേ ഷോപ്പിൽ കയറായിരുന്നു. ആയിരുന്നു, അയാൾക്ക് ഭാഷ അറിയാമല്ലോ. പോരാ, ഒരു മിനിറ്റ് പോരുത്. അതിനാ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കട്ടെ. നമ്മുടെ കയറൊന്നുമില്ലല്ലോ. നമ്മൾ പെട്ടി കെട്ടി കയറ്. ആ കുഞ്ഞുകയറിലൊന്നും വലിക്കാൻ നിൽക്കൂല. വണ്ടി പൊട്ടിപ്പോ. വേറെ എന്നാ ഉള്ളത്? 150 കിലോമീറ്റർ കഴിഞ്ഞ് അങ്ങനെ നമുക്ക് ടൗൺ കിട്ടി. ഇനി ഇത് കഴിഞ്ഞാൽ 200 കിലോമീറ്റർ അടുത്ത ടൗണുള്ളൂ കേട്ടോ. അത് ഉറാല് 150-200 ഉറാല് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാത്രി കയറിയാലേ അടല്ലേ. പിന്നെ നമുക്ക് ഇവിടുന്നാണ് എന്ത് കിട്ടണ്ടേ? വർക്ക്ഷോപ്പ് കിട്ടണ്ടേ. അപ്പൊ ആ വണ്ടിക്കാരനെ വലിച്ചോണ്ട് അയാൾക്കും കിട്ടിയാണ്. പക്ഷെ ഒരു വഴിയില്ല അല്ലേ? വലിക്കാൻ ഒരു സാധനം ഇല്ലല്ലോ. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം? മെക്കാനിക്കൽ കണ്ടുപിടിക്കണം. ഏതോ വലിയ കുഷോക്ക് എങ്ങനെയാ വർക്ക്ഷോപ്പിന്റെ പേരെന്നാ? ഇവിടെ എന്നാ പറയാ? അല്ല, ടൈപ്പ് കണ്ടിട്ടുണ്ട്. ഇതാ അസർബൈജാന്റെ ട്രക്കാട്ടെ തൊട്ട് ഫ്രണ്ടിൽ പോകുന്നത്. അസർബൈജാൻ. തണുത്ത് കിളി മാറി നിൽക്കുന്ന ഒരു ടൗൺ കേട്ടോ. ഈ ടൗണിന്റെ പേര് ഉറാൽ എത്തുന്നതിന് തൊട്ട് ഫ്രണ്ടിലുള്ള ടൗൺ ആട്ടോ. പക്ഷെ ഒറ്റ കടയും ഇല്ല. അതൊരു വർക്ക്ഷോപ്പ് ആണോ? ഏതാ? അല്ല, പിള്ളേരെ കൂട്ടാൻ വേണ്ടി വർക്ക്ഷോപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന്, അതാ ഏറ്റവും വലിയ വിഷയം. ഒരു കസാക്കോയിൽ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാള് ഞങ്ങളെ ഉണ്ടോ? എടാ, ഇവിടെ ഏതെങ്കിലും വർക്ക്ഷോപ്പ് കസാക്കോയിൽ കയറി എന്നിട്ടോ? അല്ല, അവിടെ എന്തോ കാണുന്നുണ്ടോ? അവിടെ എല്ലാം പിള്ളേരെ കൂട്ടാൻ വേണ്ടി വന്ന വണ്ടി അവനെ നോക്കാം. എന്തായാലും നമ്മളിവിടെ വിട്ട് പോകുന്നില്ലോ, ചേക്ക് വിട്ട് പോകുന്നില്ലോ. ഇവിടുന്ന് തന്നെ എവിടുന്നേലും സെറ്റപ്പ് ചെയ്യണം കേട്ടോ. എല്ലാം ഇത് വെച്ച് അധികം ഓടൂല. വണ്ടി നന്നാക്കുന്ന ഒരാളെ കണ്ടു. അപ്പോൾ അയാളെടുത്ത് ഫോൺ കൊടുത്തു കേട്ടോ. നടന്നാൽ മതിയായിരുന്നു കേട്ടോ. ഇല്ല, ഇത് ഓവർ ഓടൂല വണ്ടി. ഇത് കണ്ടിട്ട് വർക്ക്ഷോപ്പും സംവിധാനമൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ, പുറത്തിറക്കാൻ പറ്റുന്നില്ല കേട്ടോ. റഷ്യൻ അറിയുന്നൊരു ചേട്ടൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ പുള്ളിയോട് സംസാരിക്കുക കേട്ടോ. ദൈവം ഇവിടെ മഞ്ഞായതുകൊണ്ട് ഇന്ന് പണിയെടുക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് സംശയം. ഈ ബെൻസിന് എന്തോ കംപ്ലൈൻ്റ് അല്ലടാ? ബെൻസിന് കംപ്ലൈൻ്റ് ഇല്ല. എന്നാണോ ദൈവത്തിന് അറിയാട്ടോ. Откуда я адрес не знаю. Вот село будет, там посмотрим. എന്നാടാ പറയുന്നത്? അതുണ്ട്. Вот туда езжайте, вон деревня. Вот там. എന്നാടാ പറയുന്നത്? എന്നാട്ടേ പറയുന്നത്? അങ്ങോട്ട് പോകുമ്പോ അവിടെ ഒരു വില്ലേജ് ഉണ്ട്. അവിടെ കാണുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വണ്ടി ശരിയാക്കാൻ പോകുന്നത് നിങ്ങളുടെ നമുക്ക്. അങ്ങനെ അവിടുത്തെ മാസത്തിലൊന്നും അല്ലെന്ന് പറഞ്ഞു. ആണോ? അപ്പൊ പമ്പിൽ കയറി ചോദിക്കണോ ചേട്ടാ? പമ്പിൽ കയറി ചോദിക്കാതെ ആ പമ്പിലുള്ളവർക്ക് അറിയില്ല. നിങ്ങൾ ബെറ്റർ ആ ചെറിയ വില്ലേജ് ഉണ്ടല്ലോ, അവര് കാണിച്ചൊന്നില്ലേ? എവിടെ ഉണ്ട് വില്ലേജ് കാണിച്ചൊന്നില്ലേ? അങ്ങോട്ട് പോയാൽ വില്ലേജ്. ആ വില്ലേജിൽ പോയാൽ മതി. ചെറിയൊരു ഗ്രാമം. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമോണ്ട് ആഫ്റ്റർ എവിടാന്ന് ചോദിച്ചാ? റിമോണ്ട് ആഫ്റ്റർ ഒരു സെക്കൻഡ്. ആ ഒരു ടീമിനെ കിട്ടിയിട്ടുണ്ട്, നോക്കട്ടെ. ഇമ്മാനോടൊന്ന് ചോദിച്ചേ. ഇതാ സംസാരിച്ചേ റഷ്യനില്. എന്നാട്ടാ? അല്ല, ഇവരിവിടുത്തെ ലോക്കൽ പിള്ളേരാന്ന് തോന്നുന്നു. അവര് സംസാരിക്കട്ടെ എന്നാ പറഞ്ഞത്. സംസാരിച്ച് നോക്കട്ടെ അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജനറേറ്റർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട്. അപ്പം ജനറേറ്റർ വർക്കിംഗ് ആണ്. അത് ഫിറ്റ് ചെയ്തിരിക്കുന്ന
അത് ലോക്കലാട്ടോ. ആ വണ്ടീനെ പിടിച്ചു, ആ വണ്ടീനെ പിടിച്ചു. ഡൈനാമോ അല്ല ലോക്കൽ അവർ പോകുന്നു. ഗിനറാത്തർ ഓ ഭക്ഷണം കഴിക്കുവാണ്. ഇന്ത്യ 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 ഡീസൽ ഡീസൽ ഡീസൽ. ഓ ഞാൻ ചേട്ടാ ഒരു സെക്കൻഡ് വെക്കല്ലേ, നോക്കട്ടെ എന്തെങ്കിലും വകുപ്പുണ്ടോ. ആ ഫോട്ടോ എടുക്കണമെന്ന്. ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുക്കാം. എണ്ണോ രണ്ടോ എടുത്തോ, സാധനം കിട്ടിയാൽ മതി അല്ലേ. യെസ്. ചേട്ടൻ വെക്കരുന്ന് പറ. ആ വണ്ടിക്കാരോട് ചോദിച്ചാൽ അത് ലോക്കലാ. ഗതിയും പരഗതിയും ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണേലും സാധനം പൊട്ടുകയും ചെയ്തു. പുള്ളിക്കാരൻ വാലിക്കും അസ്സലാം. പുള്ളിക്കാരനാട്ടോ നമുക്ക് ആകെ ഉള്ളൊരു ഇതാ ഇന്ത്യ ഹിന്ദു താങ്ക് യു. അവിടെ മെക്കാനിക്കിനെ നോക്കിക്കോ കേട്ടോ. മെക്കാനിക്കിനെ കിട്ടുന്നില്ല. ആ സമയം കൊണ്ട് ഉള്ളിൽ കയറി ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നു. കുതാ Инстаграм. യൂട്യൂബ് Как сайт? ഇതാ പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്യാന്നാട്ടോ പറഞ്ഞത്. ഞങ്ങൾ ആ സമയം കൊണ്ട് ജീവൻ നിലനിർത്താനുള്ള ആ ഭക്ഷണം കഴിക്കട്ടെ. എന്നാ പറഞ്ഞേ? നമുക്ക് ജീവൻ നിലനിർത്താൻ എങ്ങനെയും 20,000 രൂപ നമ്മളുണ്ട്. വാ അല്ല ഇവനെ വർക്ക്ഷോപ്പിന് ഇവിടുത്തെ ഭാഷയിൽ എന്നാ പറയുന്നത്? വർക്ക്ഷോപ്പിന് ഇവിടുത്തെ ഭാഷയിൽ അണ്ടി അല്ലേ ഇവനെ നീ ചോദിക്കും. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒപ്പിച്ചു തരാം. ആദ്യം ഭക്ഷണം കഴിക്കും. എനിക്ക് നേരെ ആയിക്കോട്ടെ. നീ വർക്ക്ഷോപ്പിന്റെ പേര് അടപ്പ് തെറിച്ചോട്ടോ. അടപ്പ് ലിപിയോടെ ചോദിച്ചോണ്ടിരിക്കട്ടെ. ഗ്രാമത്തിൻ്റെ വല്ലതും കൊണ്ട് കാണുമെന്നോ. എന്നാ പറഞ്ഞേ? അവന് നോക്കുന്നുണ്ട്. മൂലയില ഓഫാക്കട്ടെ. ഇവര് മെക്കാനിക്കാ? അറിയില്ല മാഷെ, എനിക്കറിയില്ലല്ലേ. നിങ്ങൾ കൊടുത്തവരാ സംസാരിക്കുക. കാണിക്കാൻ പറഞ്ഞാ ഫോൺ. Откуда они? Индия. ഹിന്ദുസ്ഥാൻ. മഴ തണുപ്പാണ്, ഒരു രക്ഷയില്ല കേട്ടോ. എടാ പുള്ളിക്കാരൻ കേസൊക്കെ കേട്ടിട്ടെ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. Пускают как его. Здесь у них гур. Волк на гур сломался. Крепление гура. Пускай ремень уберут от гура. Просто руль тяжелый будет. Но когда едет, ничего не будет это. Как механически будет у него. പറഞ്ഞ ഞാൻ ഗ്ലൗസ് Пускай എടുത്തിട്ടോട്ടെ. едут дальше. Едет гур. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. പുറത്ത് തണുപ്പ്. ഞാൻ ഉള്ളിൽ കയറി. ലിവിനും വരുന്നുണ്ട് കേട്ടോ. എന്നെ ഒരു രക്ഷയില്ല. മെക്കാനിക്കൽ എവിടുത്തെ? ഇവിടുത്തെ മെക്കാനിക്ക് ഇവിടെ നടക്കൂല. ഉറാലിൽ പോകണം, അല്ലെങ്കിൽ മോസ്കോയിൽ പോകണമെന്ന് ചെയ്യണമെങ്കിൽ. മോസ്കോയിലോ? ഉറാലിൽ നടക്കും. ഉറാൽ വലിയ ടൗണാണ്. മോസ്കോയിൽ പോകാനോ? റഷ്യയില്? അല്ല ഉറാൽ അല്ലെങ്കിൽ മോസ്കോ. ഓടും വരെ. ഉറാൽ ഒരു രാത്രി ഓടൂല, പകലോടും. -11 ഫീൽ ലൈക്ക് 17. ഇതാണ് ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. എന്തേലും ഇതന്നെടാ ബന്നുണ്ട്, ചായ ഉണ്ട്. ഇന്നലത്തെ ചായ പറയാം, നോർമൽ ചായ പറയാം കേട്ടോ. അതിന് ഇവിടെ ഉണ്ടല്ലോ നോർമൽ. അതല്ല ഇതന്നെ കുർദാക്കോ. അതോ കുർദാക്ക്. ഇതാ മറ്റേ സാധനം ഇതാ. ഏതാ? മറ്റേത് നമ്മൾ അവിടെ ബിരിയാണി അല്ലെന്ന്. അത് അതിന്റെ പേര് ബിരിയാണിയാണ്. മറ്റേത് എന്നാ ബിരിയാണിയാണ്. നിങ്ങൾ മോമോ ആണോ? ചിക്കൻ. എടാ ചോറ് മേടിക്കടാ. അച്ചാർ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല കേട്ടോ. ലീവിന് അവിടെ വരെ പോയി ചോറിൻ്റെ അകത്ത് വെറുതെ ഇവിടുന്ന് ഒന്നുമില്ല, പച്ചയ്ക്ക് വരുത്തിന്നെ. അത് മതി. ചോറും പച്ചയ്ക്ക് വരുത്തുന്നു. ഇത് കഴിക്കണ്ട. ഇതിന് മതി കേട്ടോ. ഇത് മന്തി. 2 ചോറ് ഇതിവിടെ കഴിക്കാൻ പറ്റിയതുള്ളൂ കേട്ടോ. അത് അവന്. ലിബിനോട് ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചായയുടെ സാധനത്തിനകത്ത് പിന്നെ മീനച്ചാർ എടുത്തോണ്ട് വന്ന് ലിബിന് കഴിക്കാൻ. ഇത് കുർദാക്ക്. ഇതവൻ കഴിക്കൂല. ഇത് നമ്മൾ ശൈശാക്കും കേട്ടോ. കഴിക്കട്ടെ കേട്ടോ. ഭക്ഷണം കഴിച്ചു. വളരെ ഗംഭീര ഭക്ഷണമായിരുന്നു. തണുത്തിട്ടാണ് നിൽക്കാനും ഇരിക്കാനും. പുറത്തോട്ട് ഇറങ്ങുന്ന കാര്യം ഒന്ന് ആലോചിക്കുന്നുണ്ട്. ഇത് ചായ. ഇതാണോ മൂത്രപ്പര? ഇത് കക്കൂസ്. മൂത്രപ്പര അത് നമ്മൾ പിന്നെ കുപ്പിയിലാട്ടോ പരിപാടി മൊത്തം വണ്ടിക്കകത്ത്. വണ്ടിയിലെ ബാത്റൂമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പൊട്ടിപ്പോട്ടോ.
ഇത് കണ്ടോ, പുള്ളി കഴിഞ്ഞ 1.5 മണിക്കൂറായി മെക്കാനിക്കൽ പരിപാടിയാണ്, ഇതുവരെ തീർന്നില്ല കേട്ടോ. കാരണം ഈ തണുപ്പത്ത് പണിയാൻ പറ്റില്ല, അതാണ് യാഥാർത്ഥ്യം. കഷ്ടമുണ്ട് കേട്ടോ ഒരു കണക്കിന്. ദൈവമേ, ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഒടുക്കത്തെ ജീവിതം തന്നെ കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരവസ്ഥ. ലിവിന ബാത്റൂമൊന്നുമല്ല, ഇതേ ബാത്റൂം ഇതാ. നിസ്കരിക്കുന്ന സ്ഥലം അത്. ബാ 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 ഇതിൻ്റെ അത് കയറാം. എൻ്റെ അമ്മോ, മഞ്ഞ് നോക്കിയേ, മനുഷ്യനും ഇല്ല, ആളുമില്ല, പേരുമില്ല. കക്കൂസിൻ്റെ അതിന് വീഡിയോ പിടിച്ചൊന്നും കേസാവോ? ഇവിടെ ഉണ്ടല്ലോ ബാത്റൂമിൽ വരെ ഹീറ്റർ ഉണ്ട് കേട്ടോ. ഇതാണ് ബാത്റൂം, ഇത്രേ ഉള്ളൂ. നല്ല ബാത്റൂമാണല്ലോ, എല്ലാം ഹീറ്റിംഗ് പൈപ്പും സംവിധാനമൊക്കെ കേട്ടോ. ചൂടുവെള്ളം കേട്ടോ വരുന്നതിൻ്റെ അകത്തുനിന്ന്. വലിയ കണിയൊന്നും കാണിച്ചു തരാൻ ഇല്ല ഗൈസ്. നല്ല വൃത്തിയുണ്ട് ഇവിടെ, അത്യാവശ്യം വൃത്തിയുണ്ട്. നമുക്ക് ഇവിടെ തന്നെ കിടന്നിട്ട് പോകാം. അവർ കഴിച്ചതിൻ്റെ ഒക്കെ എഫക്റ്റ് വരുന്നതിന് മുമ്പേ പോകണ്ട. ഇനി എത്ര കിലോമീറ്റർ കഴിഞ്ഞാണെന്നറിയാമോ? ഇനി 300 കിലോമീറ്റർ കഴിഞ്ഞിട്ടില്ലേ? 100 സംതിങ്. വൈഫൈ വെച്ച് നോക്കട്ടെ കേട്ടോ. അപ്പം നാളെ അല്ലേ ഇനി വർക്ക്ഷോപ്പിൽ പോകാൻ പറ്റുള്ളൂ? നാളെ, ഇന്നില്ല, അല്ല നാളെ. ഇതൊക്കെയാണ് ഇവിടുത്തെ വർക്ക്ഷോപ്പുകൾ. ഇവിടെ നമുക്ക് പറ്റിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. സംസാരിച്ചു, അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പം മനസ്സിലാക്കിയത് ഇവിടുന്ന് ഉറാലി പോകണമെന്നാണ്. അതാണ് നമ്മൾ പോകേണ്ട വഴി. നമ്മുടെ വണ്ടിക്ക് അത് കൂന്ന് സൗണ്ട് വെക്കുന്ന തന്നെ ഹീറ്റർ. ഞാൻ കഴിച്ചു കഴിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത വർക്ക്ഷോപ്പ് എത്ര 300 കിലോമീറ്റർ പറഞ്ഞു? 100 സംതിങ്. അപ്പോൾ പിന്നെ 130 കിലോമീറ്റർ കഴിഞ്ഞിരുന്ന റഷ്യനെത്തി ഉറാലെത്തി. ഉറാലി കഴിഞ്ഞ് പിന്നെ എത്ര കിലോമീറ്റർ? റഷ്യ 40 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ, റഷ്യ കയറ്റൊക്കെ ശരിയാക്കിയാൽ പോരെ? അതിനാ ഓടുന്നത്ര ഓരട്ടെ കരുതുക. ഹീറ്റ് ഇന്ന് രാത്രി പണി കിട്ടിയില്ലേ? റഷ്യ കയറി പണിയാലോ. ബാ, അപ്പോൾ പൈസയും കണക്കായിരിക്കും. നമ്മുടെ പൈസയും ആ പൈസ നമുക്ക് ആൾക്കാരുടെ വണ്ടി വേണം. ഇവിടെ ഊമ്പിച്ച് പാലം കെടുത്ത്, ഈ ചെറിയ പൈസ ആകുമ്പോൾ നമ്മളങ്ങ് കയ്യിലുള്ള ഒത്തം എടുത്ത് കൊടുക്കും. പിന്നീട് കൂട്ടുമ്പോഴൊക്കെ ഇത് വലിയ പൈസയാണ്. നിന്റെ ചോക്ലേറ്റ് അല്ലേ ഇത്? അല്ല, എൻ്റെ ചോക്ലേറ്റ് എന്തിനാ മൊത്തം തിന്നത്? അപ്പോൾ നീ എൻ്റെ പകുതി ഷെയർ എടുത്താ? ഇല്ല, അത് ഞാൻ തിന്നിട്ടില്ല. പിന്നെ നീ പൊട്ടിച്ചായിരിക്കും. എൻ്റെ അമ്മേ, ഒന്ന് സംസാരിക്കാൻ പോയിട്ട് ഇതുണ്ടോ പാൻറ് വരെ ചതിക്കുക കേട്ടോ. എല്ലാ വശത്തുനിന്നും തിരിച്ചടികളാണ്. പിന്നെ എന്ത് ചെയ്യും ഒരു മനുഷ്യനെന്ന നിലയിൽ? എന്ത് ചെയ്യും? ഏത് മേഖലയിൽ നിന്നും അടി മാത്രമേ ഉള്ളൂ. ഇതാണേൽ ഇവിടുത്തെ മറ്റേ ഇതാട്ടോ, അതായത് നമ്മുടെ ശരീരം വാമാക്കാനുള്ള സൂര്യകാന്തിയുടെ എന്തോ കുരുവാണ്. ഇതിങ്ങനെ അടിച്ചടിച്ച് കളയണം എപ്പോഴും. ഇത് തിന്നുകൊണ്ടാണ് ഓടിക്കുന്നത്, അല്ല ഉറക്കവും കൂടെ വരും കേട്ടോ. എൻ്റെ അമ്മോ, വണ്ടി മൊത്തം കുളമായി. എല്ലാം ഒന്ന് ശരിയാക്കണം. എന്നാ വണ്ടി നല്ല ഹീറ്റ് ഉണ്ട് കേട്ടോ. നല്ല അതിപ്പോൾ മാറിക്കിട്ടും. അതിനാ ഞാനിവിടെ തുറന്നു വെച്ചാക്കുമല്ലേ. എൻ്റെ അമ്മച്ചി, ഞങ്ങളുടെ അവസ്ഥ വളരെ കഷ്ടമാട്ടോ, വളരെ വളരെ കഷ്ടം. ഒരു മെക്കാനിക്ക് വന്നിട്ടുണ്ട്, പുള്ളി അത് നോക്കുവാട്ടോ. ലിബി പുള്ളിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ലിബിൻ പോയേക്കോട്ടെ. ആ ഷൂ വരെ ഊരി തൂരക്കണം. ചൂട്ടിട്ട് പോലും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അവൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. പിസയാണ് തീർന്നുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യുമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. ലിബി അയാളുടെ അടുത്ത് കയറിപ്പോയി. എങ്ങനെയും ശരിയാക്കി എടുക്കണം. ഇവിടെ റഷ്യനൊന്നും അറിയാതെ ഒരു കാര്യമില്ല കേട്ടോ. റഷ്യൻ ഭാഷയൊക്കെ അറിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഷൂ ഊരിക്കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ലിബിയുടെ മറ്റേ പെട്ടെന്ന് ഊരിടാൻ പറ്റിയ ഷൂവാണ്. ലിബിനെ, എടാ ലിബിനെ. അവതാരകൻ ലിബിനെ ഞാൻ ഫോൺ കൈമാറി കേട്ടോ. ഗൈസ്, പുള്ളിക്കാരനെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്, കിടന്ന് നോക്കുന്നുണ്ട്. ആ സാധനം ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. പൊട്ടിയ സാധനം പൊട്ടി. എന്താണെന്ന് വെച്ചാൽ അടുത്ത പോക്കിന് ആ സാധനം കൊണ്ടുവരണം. അപ്പം നമ്മുടെ അവിടെയുള്ള ചേട്ടായി വിളിച്ചിട്ട് എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ പുള്ളിക്കാരൻ എന്തൊക്കെയോ ഭാഷ പറയുന്നുണ്ട്. സാധനം ഇവിടെ കിട്ടൂല, ഒന്നും നടക്കൂല, ഒന്ന് ഏകദേശം ഉറപ്പാണ്. എന്തെങ്കിലും കെട്ടിയൊക്കെ ഇട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ് 2 കിലോമീറ്റർ. ഇത് തന്നെയല്ലേ ഗൈസ്? നമുക്കിനി 141 കിലോമീറ്റർ ഉറാൽസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയാലേ വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഹീറ്ററും അടിച്ചു പോയി, നമ്മുടെ ഹീറ്ററും അടിച്ചു പോയി. ഇന്ന് രാത്രി കാളരാത്രിയാന്ന് ഉറപ്പായി. ഒരു സാധനമുണ്ട്, പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഏത് സാധനം? മറ്റേ ഹീറ്റർ. ഏത് ഹീറ്റർ? ഗ്യാസിന്റെ. അത് വെറുതെയാ, ഒരു അരമണിക്കൂർ കുറ്റി മാറ്റി വെക്കണ്ട്. ഗൈസ് ഇത് കണ്ടോ, ഈ കാണുന്ന ഈ ഒരു വഴി കൂടെ പോവാട്ടോ. ആ 140 കിലോമീറ്റർ 2 മണിക്കൂർ 1 മിനിറ്റ്. അതുകൊണ്ട് ഓടി എത്തിക്കഴിഞ്ഞാലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ആ സംഭവം ശരിയാക്കാം. പിന്നെ അതേപോലെ തന്നെ ഹീറ്ററും വാങ്ങിക്കണം. ഹീറ്റർ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടു കേട്ടോ. ഗൈസ്, വണ്ടിയിലെ ഹീറ്റർ പോയി. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത്രയും ദിവസം വണ്ടിക്കൊന്നും പറ്റില്ലെന്ന് ഓർത്ത് പെതിയെ പോയി. 110 കേട്ടോ. സിഗരറ്റ് വലിച്ചിട്ട് ഊതി വിടുന്നല്ലേ നോക്കി.
മൂക്കൊക്കെ വിറയ്ക്കുവാ. -20. ഈ വണ്ടിയിൽ എത്ര -1 വണ്ടിക്കകത്ത്. വണ്ടിക്കകത്ത് -1. ഇതും പോയി. വണ്ടിക്ക് പുറത്ത് കണ്ട് -20 അങ്ങനെ എന്താണ് കേട്ടോ. എന്ത് ചെയ്യും ഗൈസ് നോക്കിയാ പോകുന്ന വഴി നോക്കിയേ. നിങ്ങളത് ഏതാനും നിമിഷങ്ങളിൽ എത്തും കേട്ടോ. ഒരു 58 മിനിറ്റിനുള്ളിൽ നമ്മൾ ഉറാൽസ്കി എത്തും. 58 മിനിറ്റിനുള്ളിൽ എത്തും. ഉറാൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഏത് ഹീറ്റുള്ള റൂമിൽ കയറി നിൽക്കണം. 10 മിനിറ്റ് എന്നിട്ട് ശരീരം ചൂടാക്കണം. എന്നാവോ വെറുതെ ശല്യപ്പെടുത്താ. എല്ലാം എടുക്കേണ്ടി വരും. മോസ്കോ. ഞാൻ ഡോക്യുമെന്റ് ആടാ. ഈ സാധനം എടുക്കണം. ഇവിടെ ഇല്ലല്ലോ, അത് വെക്കലല്ലേ. എടുക്ക. അങ്ങനെ വെക്കലില്ലേ? ഇത് ഇവിടെ ഇല്ല. അല്ലല്ല. കിട്ടിയാ മോടാ? എന്നാക്കി അവന് വേണ്ടാവോ? പോലീസ് എന്നെ ഈ പറയുന്ന ദൈവത്തിനറിയാം. ഇതാണോ Mission, passport. Страховка тоже. Страховка? Страховка എന്ന് വെച്ചാൽ എന്നാ അറിയുന്ന സാധനം? Sir, please talk English. English, I don't know your language. Please talk English. പൈസ അടിക്കാനുള്ള പരിപാടിയാ. കൊടുത്തു. ഇന്ന് ഹീറ്റർ ഇല്ല കേട്ടോ. ഇവനെ അപ്പുറത്തോടെ കയറും. ഇവനെ ലൈറ്റർ എടുക്കാവോ? ഇവനെ അപ്പുറത്തോടെ കയറാവോ? ആ ലൈറ്റർ എടുക്കായിരുന്നു. എന്നോട് എല്ലാം കൊടുക്കാൻ പൈസ കൈ കൊണ്ട് കാണിച്ചു. നീ എന്താ പറഞ്ഞേ? അറിയത്തില്ലാത്ത പൊട്ടം കളിച്ചു. പുറത്ത് -22. രാത്രി ചത്തെന്ന് വിചാരിച്ച കേട്ടോ. എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമായിരുന്നു. പൈസാനം ഊരി ഇതുകൊണ്ടൊന്നും നടന്നില്ല. ലാസ്റ്റ് ലിബിമ്പോ ഗ്യാസ് മേടിച്ചോണ്ട് ഇതാ എന്റെ ജീവിതത്തില് ഇങ്ങനെ പെടാനില്ല കേട്ടോ. ഇതും ഐസായി പോയോ? അതോ
ഐസായി പോയതു ഐസായി പോയത് ഇന്നതാ ഇതുകൊണ്ട് കേട്ടോ. സംഭവിച്ചതായതാ ഗൈസ്. എൻ്റെ അമ്മോ, ഇങ്ങനൊരു പെടൽ വിടാനില്ല. ഇതെന്നാ അതിനകത്തൂടെ പുക കാർബൺ മോണോക്സൈഡ് ആട്ടോ. തട്ടിപ്പോൻ ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. കൈ നോക്കണേ. ഈ കാണുന്നതാണ് ബോർഡർ. 1 കിലോമീറ്ററും 200 മീറ്ററും ഉണ്ടാവും കേട്ടോ. ക്യൂ കയറുന്നില്ല കേട്ടോ. നമ്മൾ നാളെ കയറുന്നുള്ളൂ. കാര്യം വെച്ചാൽ നമുക്ക് എണ്ണ അടിക്കണം, സ്റ്റോക്ക് ചെയ്യണം, കുറച്ച് പരിപാടി ഉണ്ട്. അവിടെ കാർഡും പൈസ ഒന്നും നമുക്ക് വർക്കാവില്ല അല്ലേ ഇവനെ? ഇവിടെ ഇടാം അല്ലേ? വെള്ളം കുടിക്കാൻ എന്തെങ്കിലും മേടിച്ച് വണ്ടിക്ക് എണ്ണ അടിച്ചിടാം. മാർബിൾ കഷ്ണം പോലെ കിടക്കുന്നു. നോക്കി, ഹീറ്ററൊന്നും വർക്കാവുന്നില്ലല്ലോ കേട്ടോ. ഇത് കണ്ടോ, കിടക്കുന്നതിൻ്റെ സൈഡിൽ മഞ്ഞ്. ഇതേ ഇത് കൂളിന് തന്നെ വേണ്ടേ. സന്തോഷമായി, വളരെ വളരെ സന്തോഷം. ഇതേ മഞ്ഞ് സൈഡിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നാളെയാണ് നമ്മൾ റഷ്യ കയറുന്നത്. റൂബിൾ എത്രയുണ്ടെന്നോ ഒന്നും നോക്കിയിട്ടില്ല. വണ്ടിയുടെ ബേക്കിൽ ക്യാം മുതൽ എല്ലാ സാധനവും എന്ത് ചെയ്യണം, നമുക്ക് എണ്ണ നിറയ്ക്കണം. അവിടെ വിസ കാർഡ് അങ്ങനെ കാർഡ് പരിപാടിയൊന്നുമില്ല. തണുത്ത് വിറയ്ക്കുവാണ്. ഇച്ചിരി ഒരു ഇത് കിട്ടുന്നുണ്ട്. കോട്ടൂരി കളഞ്ഞ. നാളെ കാണാം. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ കൃത്യം 9 മണിക്ക് വീഡിയോ എന്നാൽ 9:30-ക്കുള്ളിൽ കണ്ടു തീർക്കുക. അല്ലേടാ ലിപിയ? ഇന്നത്തെ രാത്രി ഞാൻ ഈ ഫ്രണ്ടിൽ തന്നെ ഇരിക്കും കേട്ടോ. അതിനാ അവിടെ ഒന്നും പറയാം, മഞ്ഞ് കണ്ടില്ല. അവിടെ എങ്ങനെ ഉറങ്ങാനാ? ചത്തു പോയിട്ട് കിടന്നാല്. ഭയങ്കര വിൻഡാട്ടോ. അപ്പോൾ സാധാരണ തണുക്കുന്നുണ്ട്. എനിക്ക് റെഡ് ബുള്ള് തണുക്കാത്ത വേണമെന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിൽ നിന്ന് എടുത്ത് തന്നാ നല്ല ചൂടുത്ത് വെച്ച സാധനം. വണ്ടി കയറ്റി ഒരു 10 മിനിറ്റ് കൊണ്ട് കട്ടയായി. ഗൈസ് അടുത്ത് പോയി ഗൈസ്. നാളെ കാണാം ഗൈസ്.